മധുകർ ഭയങ്കര ബുദ്ധിയുള്ളവനും കഠിനാധ്വാനിയായിരുന്നു. പക്ഷെ വിധി കാരണം അവൻ പാവപ്പെട്ടവനായി. അവൻ ഗ്രാമത്തിൽ മട്ടൻ വിറ്റാണ് കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. വരൂ വരൂ, മട്ടൻ കഴിക്കൂ. നാട്ടിലെ നല്ല ശുദ്ധമായ മട്ടൻ കഴിക്കൂ. ഒരു പ്രാവശ്യം വന്ന് കഴിച്ചാൽ വീണ്ടും നിങ്ങൾ വരും. മധുകരന്റെ മട്ടൻ വേറെ എവിടെയും കിട്ടത്തില്ല. അപ്പോഴേക്കും അവന്റെ അടുത്തേക്ക് ആളുകൾ കൂടും. അവന്റെ മട്ടന്റെ മണം കാരണം അവര് പറയും, അല്ല മധുകർ ചേട്ടാ, നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ടല്ലോ. മട്ടൻ കൊള്ളാൻ തോന്നുന്നു. നല്ല ശുദ്ധമായ മസാല എൻ്റെ കൈകൊണ്ട് പൊടിച്ചാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നിനക്ക് മണം വരാതിരിക്കുവാടാ. എങ്കിൽ പറയേ, ചപ്പാത്തിയുടെ കൂടെ വേണോ ചോറിൻ്റെ കൂടെ വേണോ? എന്നാ ഒരു കാര്യം ചെയ്യുന്നേ, ഒരു 4 ചപ്പാത്തിയുടെ കൂടെ മട്ടൻ പൊതിഞ്ഞങ്ങ് എടുത്തോ. വീട്ടിൽ പോയിട്ട് സമാധാനത്തോടെ കഴിക്കാമല്ലോ. എൻ്റെ ഭാര്യ അവളുടെ വീട്ടിൽ പോയേക്കുവാ. മധുകർ വന്ന ആൾക്ക് മട്ടൻ പാഴ്സൽ ചെയ്ത് കൊടുക്കും. അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവൻ 7 പ്ലേറ്റ് മട്ടൻ വിൽക്കും. പിന്നീട് വീട്ടിലെത്തും. അപ്പോഴേക്കും അവന്റെ ഭാര്യ പ്രേരണ അവനോട് പറയും, ആ ചേട്ടൻ ഇന്ന് നേരത്തെ വന്നല്ലോ, മട്ടനൊക്കെ പെട്ടെന്ന് വിറ്റോ? നമ്മുടെ മകൻ ഇന്ന് പട്ടണത്തിൽ നിന്ന് വരികയല്ലേ, പഠിപ്പൊക്കെ കഴിഞ്ഞ് വരികയല്ലേ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് നേരത്തെ പോകുന്നതാ. അവര് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മകൻ വിമൽ അകത്തേക്ക് വരും. അവരെ കണ്ടവൻ പറയും, അതെ അച്ഛാ അമ്മേ, നഗരത്തിൽ എനിക്ക് എല്ലാം കിട്ടും, പക്ഷെ നിങ്ങളുടെ സ്നേഹം മാത്രം കിട്ടില്ല. ഇനി ഞാൻ നിങ്ങളെ നഗരത്തിലോട്ട് കൊണ്ടുപോകാൻ പോവുക. നമുക്കവിടെ ഒരുമിച്ച് ജീവിക്കാം. അവിടെ എനിക്ക് വലിയൊരു റെസ്റ്റോറൻറ്റിലെ മാനേജറായിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്. ഇത് കേട്ടതോടെ മധുകറിന് ഇച്ചിരി വിഷമമായി. അവൻ ഈ ഗ്രാമം വിട്ട് എവിടെയും പോകാൻ താല്പര്യമില്ലായിരുന്നു. ഭാര്യ പ്രേരണയ്ക്കും ഭർത്താവിന്റെ മുഖഭാവം കണ്ട് കാര്യങ്ങളൊക്കെ പിടികിട്ടി. അച്ഛനും മോനും സംസാരിക്കുന്നിടയിൽ പ്രേരണ കാര്യം മാറ്റി. ഇതൊക്കെ സംസാരിക്കാൻ ഇപ്പൊ സമയമുണ്ടല്ലോ, നീ ഇപ്പൊ വന്നു കയറിയതല്ലേ ഉള്ളൂ. കുറച്ച് ദിവസം ഇവിടെ നിൽക്ക്, മുഖമൊക്കെ കഴുകിട്ട് വാ. ഞാൻ നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്. ഞാൻ കൈയും കാലും കഴിയിട്ട് വരാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാലോ അച്ഛാ? അങ്ങനെ വിമൽ കൈയും കാലും ഒക്കെ കഴുകി വന്ന് കുടുംബത്തിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനെ വിമൽ നാട്ടിൽ വന്നിട്ട് ഒരാഴ്ചയായി. അപ്പോഴേക്കും വിമൽ പറഞ്ഞു, അച്ഛാ, ഞാനത് പറഞ്ഞത് നമുക്ക് ഈ വീട് വാടകയ്ക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യാം. നിങ്ങൾ ഇനി എൻ്റെ കൂടെ നഗരത്തിൽ വന്ന് താമസിച്ചാൽ മതി. പിന്നെ ഈ വീടിൻ്റെ ആവശ്യമില്ലല്ലോ. മോനെ വിമൽ, ഞാനും നിന്നോടൊരു കാര്യം പറയാനിരിക്കുക. ഈ നാട്ടിൽ എൻ്റെ ജീവനാണുള്ളത്. ഈ ഗ്രാമം വിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ലടാ. എൻ്റെ മട്ടൻ്റെ ബിസിനസ് എല്ലാം ഇവിടെ തന്നെയല്ലേ. അച്ഛൻ ചെറുപ്പം തൊട്ട് ഈ കച്ചവടം തന്നെയല്ലേ ചെയ്യുന്നത്. നാട്ടിൽ അച്ഛൻ ഒരുപാട് മട്ടൻ വിറ്റതല്ലേ. ഇനി അച്ഛൻ വിശ്രമിക്കുക, ഞാനെല്ലാം നോക്കിക്കോളാം. നിനക്ക് ഈ ഗ്രാമം വിട്ട് നഗരത്തിൽ പോയി താമസിക്കണമെങ്കിൽ നീ താമസിച്ചോ, പക്ഷെ എനിക്ക് അച്ഛനെ വിട്ട് ഇവിടം വിട്ട് വരാൻ പറ്റത്തില്ല. വിമലിന്റെ കാര്യങ്ങളൊക്കെ കേട്ട് നല്ല വിഷമമായി. പക്ഷെ അവന്റെ അച്ഛനോടും അമ്മയോടും അവൻ എതിർത്തൊന്നും പറഞ്ഞില്ല. ഒരു ദിവസം അവന്റെ അച്ഛൻ മധുകർ മട്ടൻ വിൽക്കാനായി പോയപ്പോ വിമൽ അമ്മയോട് പറയും, അമ്മ, എന്താണ് അച്ഛൻ്റെ തട്ടുകടയിൽ ഇത്രയും പ്രത്യേകത? അച്ഛൻ എന്താ ഈ നാട് വിട്ടു വരാനായിട്ട് ഒട്ടും ഇഷ്ടമില്ലാത്തേ? ഇതൊക്കെ നിനക്ക് മനസ്സിലാവണമെങ്കിലേ നീ ആദ്യം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ശരി, ഞാനൊന്ന് പുറത്ത് കറങ്ങാൻ പോവാണ്. അച്ഛൻ്റെ കടയിൽ വരെ പോയിട്ടേ ഞാൻ തിരിച്ചു വരത്തുള്ളൂ കേട്ടോ. വിമൽ അങ്ങനെ നടക്കാനായി പുറത്തിറങ്ങി. നാട്ടിലെ ശുദ്ധവായു എവിടെ കിട്ടാനാ? നഗരത്തിലാണെങ്കിൽ മൊത്തം പൊല്യൂഷനാണ്. ഇതും പറഞ്ഞ് വിമൽ അച്ഛന്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് അച്ഛന്റെ തട്ടുകടയുടെ മുമ്പിൽ ഒരുപാട് കസ്റ്റമേഴ്സ് നിൽക്കുന്നത് കാണും. ഇത് കണ്ട് വിമൽ ആദ്യം ഒന്ന് ശരിക്കും ഞെട്ടിപ്പോയി. അച്ഛന്റെ പൈസ ഇടപാടൊക്കെ കണ്ട് വിമൽ ഒരുപാട് സന്തോഷമായി പറഞ്ഞു, അച്ഛൻ, ഞാൻ ഇത്രയും വിചാരിച്ചില്ല അച്ഛൻ്റെ ജോലി ഇത്ര അടിപൊളിയാണെന്ന്. ഇവിടെ നല്ല തിരക്കാണല്ലോ. നഗരത്തിലെ കടകളിൽ പോലും ഇത്രയും തിരക്കില്ല. അങ്ങനെ വിമൽ കാശൊക്കെ എണ്ണുകയായിരുന്നു. മധുകരുടെ കൂടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്തു. ആ ദിവസം എങ്ങനെ പോയെന്ന് അവന് തന്നെ മനസ്സിലായില്ല. വിമൽ മോനെ, ഇപ്പം മനസ്സിലായോ? എനിക്കിവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് തോന്നുന്നത്. ഇവിടുത്തെ ആൾക്കാരോട് എനിക്കൊരു പ്രത്യേക മമതയുണ്ട്. ഞാനിവിടെ വിൽക്കുന്നതേ ഒരു വെറും മട്ടൻ മാത്രമല്ല, അതിനുള്ളിൽ എൻ്റെ സ്നേഹം കൂടി ഉണ്ടോ. ഇതൊക്കെ വിട്ടിട്ട് ഞാൻ എങ്ങനെയാണ് വരിക? അച്ഛാ, മനസ്സിലായി. കുഴപ്പമില്ല, നമുക്കിതിനെപ്പറ്റി പിന്നെ സംസാരിക്കാം. അടുത്ത ദിവസം വിമൽ നേരത്തെ എണീറ്റു. അപ്പൊ അച്ഛൻ അടുപ്പത്ത് മട്ടൻ വേവിക്കാനായി വെച്ചേക്കുകയായിരുന്നു. അച്ഛൻ ഇത് ചെയ്യുന്നത് കണ്ടു വിമൽ പറഞ്ഞു, അച്ഛൻ, നമ്മളിവിടെ നല്ല നാടൻ രീതിക്കാണോ മട്ടൻ വെക്കുന്നത്? ഇത് കണ്ടിട്ട് വലിയ ഷെഫ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ട്. സത്യം പറയാലോ, അച്ഛൻ്റെ കയ്യിൽ എന്തോ മാജിക് ഉണ്ടല്ലേ. ഞാൻ നഗരത്തിൽ നിന്ന് വന്നു കഴിഞ്ഞ് അച്ഛൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ നാടൻ മട്ടൻ കഴിച്ചിട്ടില്ല. മോനെ, ഇതൊക്കെ എൻ്റെ അമ്മ തന്ന കൈപുണ്യമാണ്, അല്ലാതെ മാജിക്കൊന്നും അല്ലടാ. അമ്മയും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത്.
അമ്മ മരിച്ചതിന് ശേഷം പിന്നെ ഞാനാണല്ലോ ഇതെല്ലാം നോക്കി നടത്തുന്നത്. പിന്നെ ഞാനിതെൻ്റെ ജോലി അങ്ങോട്ടാക്കി. എന്നാൽ പിന്നെ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ അച്ഛാ. എന്നിട്ട് ഞാൻ പറയാൻ സ്വാദിൻ്റെ കാര്യം. ഞാനൊന്ന് നോക്കട്ടെ എന്തിനാണ് ഈ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ ഈ മട്ടൻ്റെ പുറകെ വരുന്നതെന്ന്. അങ്ങനെ കുടുംബം മുഴുവനും ചപ്പാത്തിയുടെ കൂടെ ചോറിന്റെ കൂടെ നാട്ടിലെ മട്ടൻ കഴിക്കാൻ തുടങ്ങി. വിമൽ ആദ്യമായിട്ടാണ് നാട്ടിലെ മട്ടൻ കഴിക്കുന്നത്. അവൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അച്ഛാ, ഈ മട്ടൻ എന്ത് രുചിയാ! ഇത് നഗരത്തിലൊന്നും കിട്ടത്തില്ല. അച്ഛനൊരു കാര്യം ചെയ്യും, നഗരത്തിൽ പോയി മട്ടൻ വെക്കുന്ന ഒരു കടയിട്. അടിപൊളി കച്ചവടം കിട്ടും അച്ഛാ. നഗരത്തിലൊന്നും ഇത്രയും ടേസ്റ്റോടെ അവർ കഴിക്കില്ല മോനെ. ഗ്രാമത്തിലെ ആൾക്കാർക്കാണ് ഇതൊക്കെ ഇഷ്ടം. പിന്നെ പൈസ ഉണ്ടാക്കാനായിട്ട് നീ ഉണ്ടല്ലോ. എനിക്ക് ഇവരുടെയൊക്കെ സന്തോഷം കണ്ടാൽ മതില്ല. അച്ഛാ, അച്ഛൻ പറഞ്ഞത് ശരിയാ. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. വിമലിന് തിരിച്ച് നഗരത്തിലേക്ക് പോകാൻ സമയമായപ്പോൾ വിമൽ തിരിച്ചുപോയി. അമ്മയ്ക്ക് മകനെ കുറിച്ച് ആലോചിച്ച് വിഷമമായിരുന്നു. പ്രേരണ രാവിലെ തൊട്ട് വീടിൻ്റെ അകത്ത് വെറുതെ ഇരിക്കും. മധുകരാണെങ്കിൽ ജോലിക്കും പോകുമായിരുന്നു. വൈകുന്നേരമായപ്പോൾ മധുകർ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഞെട്ടിപ്പോയി. സ്വന്തം മകൻ വിമൽ അവിടെ ഇരിക്കുന്നു. അച്ഛാ, ഗ്രാമത്തിലെ ശുദ്ധ മട്ടൻ ഇരിപ്പുണ്ടോ കഴിക്കാനായിട്ട്? എനിക്ക് മട്ടൻ കഴിക്കാൻ വല്ലാണ്ട് കൊതിയാവുന്നു. അമ്മ പറഞ്ഞു അച്ഛൻ വരുമ്പോൾ മട്ടൻ കൊണ്ടുവരുമെന്ന്. ഞാനതാ കാത്തിരിക്കുന്നത്. മധുകരാണെങ്കിൽ സ്വന്തം മകൻ നഗരത്തിൽ നിന്നും തിരിച്ചു വന്നത് കണ്ട് ഞെട്ടിയിരിക്കുക. അപ്പോഴേക്കും വിമൽ ഉള്ള കാര്യം അങ്ങ് അവരോട് തുറന്നു പറയും. അല്ല, ഞാൻ കരുതിയത് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഇത്രയും കഴിവിരിക്കുമ്പോൾ പിന്നെ ഈ അച്ഛൻ്റെ മട്ടന് നാട്ടിലും ഡിമാൻഡല്ലേ. പിന്നെ ഞാൻ എന്തിനായി നഗരത്തിൽ പോയി മാനേജർ ജോലി ചെയ്യുന്നത്? അതുകൊണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് സേവിങ്സ് ഉണ്ട്. ഞാനതിന് എടുക്കാൻ പോയതാണ്. നമ്മളതുകൊണ്ട് ഇവിടെ നാട്ടിലൊരു കടയിടാൻ പോവാം. അതാകുമ്പോൾ അച്ഛന് വെയിലും മഴയൊന്നും കൊള്ളാതെ നല്ല രീതിയിൽ മട്ടൻ വയ്ക്കാൻ പറ്റുമല്ലോ. നമുക്കിവിടെ അച്ഛനും മകനും കൂടി ചേർന്നിട്ട് നാട്ടിൽ നല്ല മട്ടൻ വയ്ക്കാം. ഈ കാര്യം കേട്ട് മധുകറിന് ഒരുപാട് സന്തോഷമായി. വിമലിന്റെ കയ്യിലിരുന്ന സേവിങ്സും വെച്ച് അച്ഛനു വേണ്ടി ഒരു ചെറിയ കട ഇട്ട് കൊടുക്കും. അവിടെ സ്വാദിഷ്ടമായ നാട്ടിലെ മട്ടൻ കിട്ടും.